സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവരെല്ലാവർക്കും നമ്മുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് ഇന്ന് രാത്രിയിലും ശ്രദ്ധ തിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താല്പര്യത്തോടെ ദൈവത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും തന്റെ ജ്ഞാനത്താലും വിവേകത്താലും എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടിയാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിലെ ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് വേണ്ടി വന്നത് മനുഷ്യന്റെ വീഴ്ച മൂലമാണെന്നും അന്ന് തുടങ്ങി മനുഷ്യൻ പോയതായ നാൾ തുടങ്ങി മനുഷ്യനെ വീണ്ടെടുത്ത് അവൻ എവിടെ നിന്ന് വീണുവോ അവിടേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ചെയ്യുന്നതായ പദ്ധതിയുടെ വിശദീകരണമാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിപ്പാനായിട്ട് കഴിയുന്നത്. അതനുസരിച്ചാണ് അതിന്റെ തുടർമാനമായ ക്ലാസ്സുകൾ കൂടിയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതനുസരിച്ച് കർത്താവിന്റെ തിരുവചനത്തിൽ കാണുന്നതായ വിഷയങ്ങളെ നമുക്ക് വാസ്തവമായി പഠിക്കുവാൻ കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനത് സ്ക്രീനിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. സ്ക്രീൻ കാണാമോ? പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതികളെ കുറിച്ചാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുവാനായിട്ടിടയായി. മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി താൻ വിളിച്ച് വേർതിരിച്ചതായ അബ്രഹാമിന്റെ കുടുംബത്തിൽ കൂടെ കർത്താവ് ആരംഭിക്കുകയാണ്. അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്നതായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വന്നപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിൽ 4 സ്റ്റേജുകൾ നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ആ 4 സ്റ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-13 അധ്യായങ്ങളാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്റ്റേജ്. അബ്രഹാമിനെ യഹോവയായ ദൈവം മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനമായി അല്ലെങ്കിൽ പദ്ധതി ആരംഭിക്കേണ്ടതിനായി കണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ അബ്രഹാമിനെ ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരണമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളെയാണ് നിശ്ചയിച്ചുറപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവിക ഉദ്ദേശം നിറവേറുന്നത് അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശത്തിന്റെ പൂർണ്ണതയിലെത്തുന്നത് ഒരിക്കലും ഒറ്റയടിക്കായിരിക്കുകയില്ല. ദൈവം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അവനെ ആ ദൈവിക വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്കോ അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഘട്ടങ്ങളിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ഈ ഘട്ടങ്ങളിൽ ചിലപ്പോ ഈ സ്റ്റേജുകളുടെ ഇടയ്ക്ക് ആ വ്യക്തികൾ മുഖാന്തരമുള്ളതായ ബലഹീനതയോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വരുന്നതായ തോൽവിയോ ഒക്കെ ദൈവിക പദ്ധതിയുടെ ഡിലേക്ക് കാരണമാണ്. വഴി തെറ്റിച്ചു വിടാനായിട്ട് ഈ ലോകവും പിശാചും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ ജഡത്തിന്റെ ശക്തികളും അത് ശക്തമായി എതിരായി നിൽക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കാനായിട്ടിടയായി. ഈ 4 സ്റ്റേജുകളിലും
നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഓരോ സ്റ്റേജിലും സംഭവിക്കുന്നതായ തോൽവി ദൈവം അത് കണക്കിടാതെ ആ തോൽവിയെയും ദൈവം കൺസിഡർ ചെയ്ത് അത് ജയത്തിലേക്കുള്ളതായ പടവുകളാക്കി മാറ്റുന്ന ദൈവിക പദ്ധതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്നതായ പാളിച്ചകളും ജീവിതത്തിൽ വരുന്നതായ തോൽവികളും മനസ്സിലാക്കി അതിന് നാം തന്നെ ദൈവികമായ ഒരു ക്രമീകരണത്തിലേക്ക് എത്തിച്ചേരുമ്പോ ആ തോൽവിയായാലും ജീവിതത്തിൽ വരുന്നതായ അതിന്റെ ഡൈവേർഷൻ ആയാലും അത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ദൈവം അതിനെ തീർക്കുമെന്ന് അബ്രഹാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 12-13 അധ്യായങ്ങളാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ഒന്നാമത്തെ സ്റ്റേജിൽ 6 പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ 6 വിഷയങ്ങളും അബ്രഹാമിന്റെ ജയവും തോൽവിയും തമ്മിൽ മിശ്രിതങ്ങളാണ്. ഒന്നാമത്തെ വിഷയം അബ്രഹാമിന്റെ അനുഗ്രഹ വാഗ്ദാനമാണ്. അത് 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ആ പോയിന്റ്സ് മാത്രം ഇന്ന് രാത്രിയിൽ പറഞ്ഞു പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അബ്രഹാം കനാനിൽ എത്തിച്ചേർന്നു. 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ വാഗ്ദത്ത ദേശമായ കനാനിൽ അബ്രഹാം എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാം ഭാഗത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ 3-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ യാത്രക്കിടയ്ക്ക് അബ്രഹാം വന്നു പാർത്ത പാലും തേനും ഒഴുകുന്നതായ ദേശം എന്ന് വിശേഷിക്കപ്പെട്ടതായ ആ കനാനിലുണ്ടാകുന്നതായ ക്ഷാമമാണ്. ആ ക്ഷാമത്തിന്റെയും അതിന്റെ അനന്തരഫലവും നമുക്ക് 12-ാം അധ്യായത്തിന്റെ 3-ാം സെക്ഷനിൽ, അതായത് 9 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയും. കനാൻ ദേശം എങ്ങനെയുള്ളതാണ്? പാലും തേനും ഒഴുകുന്നതായ സമൃദ്ധമായ ഒരു ദേശമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ കനാനിൽ എന്തുണ്ടായി? പ്രൈസ് ദി ലോർഡ്, ക്ഷാമം ഉണ്ടാകുവാനായിട്ടിടയായി. എന്നും ദൈവിക വാഗ്ദത്ത പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്നതായ ഒരു ദൈവ പൈതലിന് എന്നും സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ദിനങ്ങളാണെന്ന് കരുതരുത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതുവരെ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അബ്രഹാം ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് വിട്ടുപോയില്ല, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയില്ല, ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അവൻ പുറകോട്ട് പോയില്ല. പക്ഷേ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അബ്രഹാം വന്നു പാർത്ത ദേശത്ത് ക്ഷാമമുണ്ടായി. സാഹചര്യങ്ങൾ പ്രതികൂലമാകുവാൻ സാധ്യതയുണ്ട്. നാം കരുതുന്നതായ നമ്മുടെ ചുറ്റുപാടുകൾ പ്രതികൂലമാകുവാൻ സാധ്യതയുണ്ട്. അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പ്രതികൂലമായി തീരുന്നതായ സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതൽ ദൈവാലോചന വിട്ട് മാറിപ്പോകരുത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മെ ഈ 3-ാമത്തെ വിഷയം പഠിപ്പിക്കുന്നു. കനാൻ നാട്ടിൽ ക്ഷാമമുണ്ടായി. അബ്രഹാം നോക്കിയപ്പോ തൊട്ടടുത്തുള്ളതായ മിസ്രൈമിൽ എന്തുണ്ട്? അവിടെ ക്ഷാമം ഇല്ല. അവിടെ അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ, മിസ്രൈമിലേക്ക് പോയി കഴിഞ്ഞാൽ തന്റെ കാര്യങ്ങൾ ഭദ്രമാകുമെന്ന് അബ്രഹാം വിചാരിച്ചത് കൊണ്ട് അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. അബ്രഹാം എന്ത് ചെയ്തു? സ്വന്തം ഇഷ്ടപ്രകാരം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്ന കാര്യമാണ് 12-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. അത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു തോൽവിയായി, അല്ലെങ്കിൽ ഒരു വീഴ്ചയായി, തോൽവി എന്ന് പറയുന്നതിനേക്കാൾ ഒരു മിസ്റ്റേക്കായി, ഒരു വീഴ്ചയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വീഴ്ചയുടെ അനന്തര ഫലം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ
താൻ ചിന്തിക്കുന്നതിലധികമായിരുന്നു. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതാണെങ്കിൽ, അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉന്നതമായ പദ്ധതിയാണ്. അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ഉന്നതമായ ഒരു പദ്ധതിയായിരുന്നു ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പദ്ധതി. ആ ഉന്നതമായ പദ്ധതി അബ്രഹാമിനെ കുറിച്ചുണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതായ ചെറിയ ഒരു വീഴ്ച പോലും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ളവർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നാം അറിയുന്നതായ ഇന്നാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവര് ചെയ്യുന്നത് പോലെ ലാഘവത്തോടെ വീഴ്ചയ്ക്ക് കാരണമാകുവാനോ അകൃത്യങ്ങൾ ചെയ്യുവാനോ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനോ ഒരു ദൈവ പൈതലിന് സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണെങ്കിൽ ചെറിയ വീഴ്ചകൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഒരു ദൈവ പൈതൽ ആഴമായി ഗ്രഹിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുവാൻ കാരണം. ഇവിടെ അബ്രഹാമിന് എന്താ സംഭവിച്ചത്? ക്ഷാമമുണ്ടായി, കനാൻ നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മിസ്രൈമിൽ നിന്ന് തിരിച്ചു വന്നപ്പോ തന്റെ കൂടെ സാറായുടെ കൂടെ ഒരു വ്യക്തിയും കൂടെ കൂടി വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതൊരു പക്ഷേ അബ്രഹാമിന് സഹായമായിട്ടോ അബ്രഹാമിന്റെ പെർഫോമൻസ് കണ്ടോ ഒക്കെ മിസ്രൈമിൽ നിന്ന് കൊടുത്തതാണ്, നമുക്കറിയാം, കൊടുത്തതാണ്. ഹാഗാർ എന്ന് പറയുന്നതായ ആ മിസ്രൈമ്യ ദാസി വെറും ഒരു ദാസി അല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ചരിത്രത്തിൽ പഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ യഹൂദ ചരിത്രത്തിൽ നിന്ന്, തൽമൂദിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അത് സാധാരണ ദാസിയല്ല, പിന്നെയോ മിസ്രൈമിന്റെ രാജാവിന്റെ മകളായിരുന്നു ഹാഗാർ എന്ന് പറയുന്നതായ ആ സ്ത്രീ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് അവനെ ജയിക്കുവാൻ കഴിയുകയില്ല എന്നും, ഒരുപക്ഷെ മിസ്രൈമിലേക്ക് വന്നതായ അബ്രഹാം തിരിച്ച് കനാനിലേക്ക് പോകുമ്പോൾ താനുമായിട്ട്, അല്ലെങ്കിൽ മിസ്രൈമി രാജാവായ താനുമായിട്ട് അബ്രഹാം ഒരു യുദ്ധത്തിന് തയ്യാറാകും എന്ന് ഭയന്നതുകൊണ്ട് ആ ഒരു യുദ്ധമുണ്ടാകാതിരിക്കേണ്ടതിന് പുരാതന കാലത്തെ ഭരണാധികാരികൾ ചെയ്തു വന്നതുപോലെ ഒരു മാരേജ് അലയൻസ്, അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി സുന്ദരിയായ, ആ രാജ്യത്തെ സുന്ദരിയായ ഹാഗാർ എന്ന് രാജാവിന്റെ മകളെ അബ്രഹാമിന് ദാസിയായി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യയായി കൊടുക്കുവാനാണ് തീരുമാനിച്ചതെങ്കിലും അബ്രഹാം ഭാര്യയായി സ്വീകരിക്കാത്തത് കൊണ്ട് സാറായിക്ക് ദാസിയായി ഇടയായിട്ട് തീർന്നു. ആ ദാസി മുഖാന്തരം വരുവാൻ സാധ്യതയുള്ള ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു നീക്കമായിരുന്നു മിസ്രൈമി രാജാവ് ചെയ്തത്. ഏതായാലും ഹാഗാർ ആരുടെ കൂടെ കൂടി? സാറായുടെ കൂടെ കൂടുവാനായിട്ടിടയായി. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ, അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഹാഗാർ എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രേഞ്ചർ എന്നാണ്, അല്ലെങ്കിൽ അപരിചിത എന്നാണ്. ഇസ്രായേൽ നിങ്ങളുടെ ചരിത്രം എഴുതുമ്പോ ജാതികളുടെ പേരുകൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാൻ അവർ വിമുഖത കാണിക്കും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേരുകൾ. അതുകൊണ്ട് അപരിചിത, സ്ട്രേഞ്ചർ എന്നുള്ളതായ പദം ആ സ്ത്രീക്ക് കൊടുത്തുകൊണ്ടാണ് യഹൂദ ചരിത്രത്തിൽ അവളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഹാഗാർ എന്ന് പറയുന്നത് അവളുടെ യഥാർത്ഥ പേരല്ല. ഹാഗാർ എന്ന് പറയുന്നത് സ്ട്രേഞ്ചർ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇനി അവളുടെ യഥാർത്ഥ പേരറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. സാറ മരിച്ച ശേഷം അബ്രഹാം കെതൂറയെ ഭാര്യയായിട്ട് എടുത്തു എന്ന് നമുക്ക് കാണുന്നു. ആ ഹാഗാർ എന്ന് പറയുന്നതാണ് കെതൂറ എന്ന് പറയുന്ന അബ്രഹാമിന്റെ രണ്ടാമത്തെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
കനാനിലെ ക്ഷാമവും അബ്രഹാമിന്റെ മിശ്രമ്യ വാസവുമാണ് മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുന്നതായ സംഭവമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. 13-ാം അധ്യായത്തിൽ അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുകയാണ്. ഒന്നാമത്തെ സ്റ്റേജിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 14-ാം അധ്യായമാണ്. 12 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ 14-ാമത്തെ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമും ലോത്തും തമ്മിലുള്ളതായ വേർപിരിയുന്നത് 13-ാം അധ്യായത്തിലാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒരു ദൂതും പറയുവാനായിട്ട് നിൽക്കുന്നില്ല. 14-ാം അധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. 14-ാം അധ്യായത്തിൽ 2 സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തൊക്കെയാ 2 സംഭവങ്ങൾ? ഒന്ന്, അബ്രഹാമിന്റെ കൂടെ വന്നതായ ലോത്ത് അബ്രഹാമിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ലോത്ത് എന്ത് ചെയ്തു? താന് ഫലഭൂയിഷ്ടമായ ഫെർട്ടിലൈസേഷൻ ഉള്ളതായ ദേശത്തേക്ക് തന്റെ കൂടാരം നീക്കി അടിക്കുവാനായിട്ടിടയായി. നീക്കി അടിച്ചതായ ലോത്ത് എവിടെ ചെന്നു? സോദോമിൽ ചെല്ലുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. സോദോമിൽ അവന്റെ ധനത്തിന്റെ വലിപ്പവും അവന്റെ കപ്പാസിറ്റിയൊക്കെ കണ്ടിട്ട് സോദോമിൽ അവനൊരു പ്രധാനപ്പെട്ട വ്യക്തിയായി തീരുവാനായിട്ടിടയായി. അത് നമുക്ക് എന്താ തെളിവ്? ലോത്തിന്റെ സ്ഥാനം നോക്കിയാൽ അറിയാം. ലോത്ത് എവിടെ ആയിരുന്നത്? ലോത്ത് പട്ടണവാതിൽക്കലാണ് ലോത്തിന്റെ സ്ഥാനം. പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന സ്വഭാവം പണ്ട് കാലത്ത് അല്ലെങ്കിൽ പുരാതന കാലത്ത് പട്ടണത്തിന്റെ ഗേറ്റിങ്കിൽ ഇരിക്കുന്നത് പട്ടണത്തെ ന്യായം വിധിക്കാനോ അല്ലെങ്കിൽ പട്ടണത്തിന്റെ ഭരണകാര്യങ്ങളെ ക്രമീകരിക്കുവാനോ ന്യായാന്യായങ്ങളെ കേട്ട് വിധി കൽപ്പിക്കുവാനോ ഒക്കെ ഉള്ളതായ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഉന്നതാധികാരികൾ ഇരിക്കുന്നതായ സ്ഥലമാണ് പട്ടണവാതിൽ എന്ന് പറയുന്നത്. പരാതിക്കാരുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, നീതി കിട്ടേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പട്ടണത്തിനകത്തു നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും? പട്ടണവാതിൽക്കലേക്ക് വരും. പട്ടണവാതിൽക്കൽ വന്ന് അവിടെ ഇരിക്കുന്നതായ മേലധ്യക്ഷനോട് തന്റെ കാര്യങ്ങൾ പറയും. അദ്ദേഹം അത് കേട്ടിട്ട് അവർക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളതായ ഒരു സ്ഥാനത്താണ് ലോത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. ലോത്ത് എവിടെയാണ്? പട്ടണവാതിൽക്കൽ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ പട്ടണം ആക്രമിക്കുവാനായിട്ട് കടന്നു വന്നതായ രാജാക്കന്മാർ ആ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ യുദ്ധമാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലെ യുദ്ധം. അത് യാദൃച്ഛിക സംഭവിച്ചതല്ല. അത് നീണ്ട വർഷങ്ങൾ കൊണ്ടുള്ളതായ ഒരു യുദ്ധമാണ്. ഞാൻ ആ യുദ്ധത്തെ കുറിച്ചൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ യുദ്ധത്തെ കുറിച്ചുള്ളതായ കൂടുതൽ വിവരം അറിയണമെങ്കിൽ തിരുവചന യുദ്ധങ്ങളിലൂടെ എന്നുള്ളതായ എന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഈ ലോത്ത് പിടിക്കപ്പെടുവാനായിട്ടിടയായി. തന്റെ സഹോദരപുത്രനായ ലോത്ത് പിടിക്കപ്പെട്ടു, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞതായ അബ്രഹാം എന്താ ചെയ്തത്? തന്റെ ഭവനത്തിൽ ജനിച്ചു വളർന്നതായ അഭ്യാസികളുമായി പുറപ്പെട്ട് രാജാക്കന്മാരുടെ പുറകെ പോയി രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും ലോത്തിന്റെ സമ്പത്തിനെയും അവന്റെ കുടുംബത്തെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയ അവന്റെ കുടുംബത്തെയും ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം അബ്രഹാം വീണ്ടുകൊള്ളുന്നതായ സംഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് ഒരുപക്ഷെ നേരിട്ടതായ പരീക്ഷയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അബ്രഹാമിൽ നിന്ന് ടാറ്റ പറഞ്ഞു പോയതായ അല്ലെങ്കിൽ പിണങ്ങിപ്പിരിഞ്ഞു പോയതായ ലോത്തിനെ അബ്രഹാമിന്റെ സ്നേഹം, കരുതലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ആർക്കുമായിട്ടും ശത്രുതയില്ല. നമ്മെ ശത്രുവായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, നമ്മിൽ നിന്ന് പിണങ്ങിപ്പോയവരുണ്ടെങ്കിൽ, നമ്മെ വിടക്കുക എന്ന് എണ്ണുന്നവരുണ്ടെങ്കിൽ അവരെ ശത്രുവായിട്ട് കാണുവാനല്ല, അവരെ മിത്രമായി കണ്ട് ആപത്ത് വേളയിൽ അവർക്ക് അനർത്ഥം വരുന്നതായ സന്ദർഭങ്ങളിൽ അവരെ സഹായിപ്പാൻ ഒരു ദൈവ പൈതൽ ഒരുക്കമുള്ളവനായിരിക്കണമെന്ന് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ 1-ാം ഘട്ടം നമ്മെ തെളിയിക്കുകയാണ്. ഒത്തിരി പാഠങ്ങൾ
അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അബ്രഹാം ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോ ഒന്നാമത്തെ സംഭവം ആ യുദ്ധത്തിൽ ലോത്ത് വിടുവിക്കപ്പെടുന്നതും ലോകത്തിലുള്ളതായ സകലതും അബ്രഹാം വീണ്ടുകൊള്ളുന്നതുമാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അബ്രഹാം ജയാളിയായി മടങ്ങി വരുമ്പോ അബ്രഹാമിനെ എതിരേൽക്കുന്നതായ മെൽക്കിസദേക്ക് എന്നതായ ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ അധികം രേഖപ്പെടുത്തി കാണാത്തതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു പേരാണ് മെൽക്കിസദേക്ക് എന്ന് പറയുന്നതായ ആ പേര്. മെൽക്കിസദേക്ക് ശാലേം രാജാവാണ്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ രാജാവാണ്, അല്ലെങ്കിൽ നീതിയുടെ രാജാവാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മെൽക്കിസദേക്ക് ആരാണെന്നും മെൽക്കിസദേക്കിനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മെൽക്കിസദേക്ക് എന്ന വാക്കിന് ഹീസ് ലിവിങ് ഇൻ ഹെവൻ ആൻഡ് ഹീസ് നോട്ട് ഗോഡ്, ഹീസ് നോട്ട് ആൻ ഏഞ്ചൽ. ദൈവവുമല്ല ദൂതനുമല്ല. ദൂതന്മാരെന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ സേവകന്മാരാണ്. പക്ഷെ മെൽക്കിസദേക്ക് ഒരു സേവകനല്ല, മെൽക്കിസദേക്ക് ദൈവമായിട്ടുമല്ല കാണുവാനായിട്ട് കഴിയുന്നത്. മെൽക്കിസദേക്ക് ഒരു രാജാവായിട്ടാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. മെൽക്കി എന്ന വാക്കിന്റെ അർത്ഥം മൈ കിങ് എന്നാണ്. മെൽക്കി മൈ കിങ്. സേദക് എന്ന് പറഞ്ഞാൽ റൈറ്റിയസ്നെസ്. അപ്പൊ മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് റൈറ്റിയസ്നെസ്, മൈ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആണ്. മെൽക്കി എന്ന് പറഞ്ഞാൽ മൈ, എന്റെ രാജാവ് അഥവാ മൈ കിങ്. സേദക് എന്ന് പറഞ്ഞാൽ റൈറ്റിയസ്നെസ്. അപ്പൊ മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ മൈ കിങ് ഓഫ് റൈറ്റിയസ്നെസ്, എന്റെ നീതിയുടെ രാജാവെന്നാണ് അതിന്റെ അർത്ഥം. മെൽക്കിസദേക്കിന് പ്രധാനമായും സ്വർഗത്തിൽ രണ്ട് റോൾ ഉണ്ട് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. യഹൂദ ചരിത്രത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നീതിയുടെ രാജാവെന്ന നിലയിൽ നീതി നടത്തുക. മെൽക്കിസദേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുകയാണ്. അപ്പോ ഒന്ന്, നീതിയുടെ രാജാവ്. കാരണം മെൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൈ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആണ്, എന്റെ നീതിയുടെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് നീതിയുടെ രാജാവ് എന്നുള്ളതായ നിലയിൽ നീതി നടത്തുക എന്നുള്ളതാണ് മെൽക്കിസദേക്കിന്റെ ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ട് എന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ എന്തുകൊണ്ട് അങ്ങനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. സ്വർഗത്തിൽ ഒരു ദേവാലയം പുരാതന കാലം മുതലേ ഉണ്ട്. ഇപ്പോഴും ആ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട്. ആരാധനയുടെ പിക്ചർ നമുക്ക് വേദപുസ്തകത്തിന്റെ പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയും. രണ്ട് ഭാഗം ഞാൻ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലും അതിന്റെ ഒരു കൃത്യമായ ഒരു ദർശനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലും സ്വർഗീയ ദേവാലയത്തിന്റെയും അതിന്റെ ആരാധനയുടെയും വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സ്വർഗീയ ദേവാലയത്തിന്റെയും ആരാധനയുടെയും ഒരു ഡിറ്റോയാണ് സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകുന്ന സമാഗമന കൂടാരത്തിന്റെ പണിയുടെ വിവരണവും അവിടെ നടത്തേണ്ടതായ ആരാധനയുടെ കാര്യങ്ങളും. അപ്പോ അതിന്റെ ഒരു ഡിറ്റോയാണ് നമുക്ക്, അല്ലെങ്കിൽ ഭൂമിയിൽ അത് പ്രദർശിപ്പിക്കേണ്ട വിശദമായ കാര്യമാണ് ആ ടബർനാക്കിളിനെ കുറിച്ച് ദ മൗണ്ട് ഓഫ് സയോണില് യഹോവയായ ദൈവം ആർക്ക് നൽകുന്നത്? മോശയ്ക്ക് നൽകുന്നത്. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ട്? ഒരു ദേവാലയമുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. ആ ദേവാലയത്തിൽ പ്രൈസ് ദി ലോർഡ് യാഗമർപ്പിക്കുക എന്നുള്ളതാണ് മെൽക്കീസദേക്കിന്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. സ്വർഗത്തിൽ യാഗം എന്ന് പറയുമ്പോ അവിടെ മൃഗങ്ങളെ അല്ല യാഗം കഴിക്കുന്നത്. മൃഗങ്ങളെ യാഗം കഴിക്കുന്നത് ഭൂമിയിലാണ്. മൃഗങ്ങളെ ഭൂമിയിൽ യാഗം കഴിക്കാനുള്ള കാരണമുണ്ട്. അത് തൽക്കാലം ഇവിടുത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
സ്വർഗീയ ദേവാലയത്തിലെ യാഗം എന്ന് പറയുന്നത് അവിടെ നിർമ്മലമായ ആരാധനയാണ്. എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ളതായ ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ ചെയ്യുന്നത്. ആ ആരാധന അർപ്പിക്കുന്നത് ആരാണ്? ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധന അർപ്പിക്കുന്നത് മെൽക്കീസദേക്കിന്റെ ഉത്തരവാദിത്വമാണ്. അത് സ്വർഗത്തിലെ കാര്യമാണ്. ഇനിയും നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ റെഫറൻസ് എടുക്കുന്നില്ല. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ മെൽക്കീസദേക്കിനെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. മെൽക്കീസദേക്കിനെ കുറിച്ച് രണ്ട് ഭാഗങ്ങളിലാണ് പ്രധാനമായും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിലും മറ്റൊന്ന് എബ്രായ ലേഖനത്തിലുമാണ്. അത് പൗലോസിന് കിട്ടിയതായ വ്യക്തമായ വെളിപ്പാട് അനുസരിച്ചാണ് താൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹി ഹാവ് നോ ഫാദർ, ഹി ഹാവ് നോ മദർ, നോ കിൻഡ്രഡ് വിത്ത് നെയ്തർ ബിഗിനിങ് ഓർ എൻഡ്. ആദ്യവും അവസാനമില്ലാത്തവനും പിന്നെ അപ്പനോ അമ്മയോ വംശാവലിയോ ഇല്ലാത്തവനുമാണ് ഈ മെൽക്കീസദേക്ക് എന്നാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും അത് തന്നെയാണല്ലോ ഉള്ളത്. നിത്യനായ ദൈവം യോഹന്നാൻ ദൈവപുത്രനായ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോ വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവപുത്രന എന്നുള്ളതായ നിലയിലാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തില്ല? വംശാവലിയില്ല. സ്വർഗത്തിൽ നിത്യനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് അവന് ആദ്യവുമില്ല അന്ത്യവുമില്ല. അൽബയും അല്ലെങ്കിൽ ആലഫ് മുതൽ തൗ വരെ, ആരംഭം മുതൽ അവസാനം വരെ എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മെൽക്കീസദേക്കിനും അതേ പാരമ്പര്യമാണ് പറയുവാനായിട്ട് ഉള്ളത്. രണ്ടാമത് ഇനിയും മെൽക്കീസദേക്കിനെ കുറിച്ചുള്ളതായ ഭൂമിയിൽ മെൽക്കീസദേക്കിന്റെ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഭൂമിയിൽ മെൽക്കീസദേക്കിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? ഒന്ന്, ഭൂമിയിലും നീതി നടത്തുന്നതായ ഒരു ഉത്തരവാദിത്വം മെൽക്കീസദേക്കിനുണ്ട്. മെൽക്കീസദേക്കിനെ സമയാസമയങ്ങളിൽ ആവശ്യമെന്ന് കണ്ടാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം അയക്കും. മെൽക്കീസദേക്ക് വന്ന് താൻ ഭൂമിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് മടങ്ങിപ്പോകും. ഇതാണ് മെൽക്കീസദേക്കിന്റെ ഭൂമിയിലുള്ളതായ ഉത്തരവാദിത്വത്തിന്റെ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഇംപ്ലിമെന്റിങ് റൈറ്റിയസ്നെസ്. രണ്ട്, ആരാധനയെ കുറിച്ച് അറിവില്ലാത്തവരും അതുപോലെ ദൈവത്തെ വാസ്തവമായി ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആരാധനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെൽക്കീസദേക്കിന്റെ ഭൂമിയിലെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. അതനുസരിച്ച് പ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ യഹോവയെ കണ്ടെത്തുവാനും യഹോവയെ ആരാധിപ്പാനും ഒക്കെ പലർക്കും കഴിഞ്ഞതായി നമുക്ക് നോഹയ്ക്ക് മുമ്പും അബ്രഹാമിന് മുമ്പും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഇസ്രായേലിന് മാത്രം വെളിപ്പെടുന്നതായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. എന്നാൽ മോശയ്ക്ക് യഹോവയായ ദൈവം വെളിപ്പെട്ട് മിസ്രൈമിലേക്ക് അയക്കുമ്പോ മോശ എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് രണ്ടാമത് പോകുന്നതിന് മുമ്പ് തന്റെ 40-ാമത്തെ വയസ്സിൽ മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് അവൻ ഓടിപ്പോയത് അങ്ങനെ നമുക്കറിയാം. മിദ്യാനിൽ പുരോഹിതനായ ഇത്രോവിന്റെ അടുക്കലേക്കാണ് കടന്നുപോയത്. ഇത്രോ ആരാണ്? ഇത്രോ യഹോവയായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. എങ്ങനെയാണ് ഇത്രോയ്ക്ക് ദൈവത്തെ കുറിച്ച് മനസ്സിലായത്? മെൽക്കീസദേക്കിന്റെ ഇടപെടലാണ് ആ ജാതിക്ക് യഹോവയായ ദൈവത്തെ കുറിച്ചുള്ളതായ അറിവ് ലഭിക്കാനിടയായത്. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കണമെന്നും സൃഷ്ടിതാവായ ദൈവത്തെ അറിയണമെന്നും ഹൃദയത്തിൽ ആർക്ക് ചിന്തയുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ കാലത്തും തയ്യാറാണ്.
പ്രൈസ് ദി ലോർഡ്. അതിന് മുഖാന്തരം ഒരുക്കി ദൈവത്തെ കുറിച്ചുള്ളതായ അറിവ് നൽകുവാൻ ഈ കാലത്ത് അല്ലെങ്കിൽ കൃപായുഗത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെയാണ്, അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസികളെയാണ്. മറുഭാഗത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തയിടത്ത്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്തതായ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ ദയ ചെയ്യപ്പെടുകയും ചെയ്യുന്നതായ ജനങ്ങളുടെ അടുത്തേക്ക് സ്വർഗം തന്നെ ദൈവത്തെ കുറിച്ചുള്ളതായ അറിവ് നൽകുവാൻ പദ്ധതി ഈ കാലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തെളിവ് സഹിതം പഠിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷകന്മാർ കടന്നു ചെല്ലുവാൻ കഴിയാത്ത ക്രിസ്തീയ വിശ്വാസികൾക്ക് ജീവിക്കുവാൻ കഴിയാത്തതായ പ്രദേശങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിനോട് സംബന്ധിച്ചതായ ദേശങ്ങളിൽ തന്നെ ഉണ്ട്. അവിടെ ആർക്കും കടന്നു ചെല്ലുവാൻ, ദൈവത്തെ കുറിച്ച് പറയുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം നേരിട്ട്, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നേരിട്ട് വന്ന് രക്ഷകനായി അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് കൂട്ടം കൂട്ടമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ അറിയണമെന്നും വാസ്തവമായി ദൈവത്തെ ആരാധിക്കണമെന്നും ഹൃദയത്തിൽ ഒരു താല്പര്യം ആർക്കെങ്കിലും ഈ ഭൂമിയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്, അവർക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതായ തന്റെ ജനത്തിനു വേണ്ടി എപ്പോഴും പ്രവർത്തിപ്പാൻ തയ്യാറുള്ള വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന രീതിയിൽ നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു പദപ്രയോഗം കാണുവാൻ കഴിയും. ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം രണ്ടു കാര്യങ്ങളാണുള്ളത്. എന്താണ് മെൽക്കിസദേക്കിന്റെ ഓർഡറിലുള്ളത്? ഒന്ന്, മെൽക്കിസദേക്ക് മധ്യസ്ഥനാണ്, ഹി ഈസ് എ മീഡിയേറ്റർ. രണ്ട്, നീതി ലഭിക്കാതിരിക്കുന്നിടത്ത് നീതി നടത്തുക. ഇത് രണ്ടും മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, മെൽക്കിസദേക്കിന്റെ അഹരോന്റെ ക്രമപ്രകാരമല്ല, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിലെ അഹരോന്റെ ക്രമപ്രകാരമുള്ളതായ മഹാപൗരോഹിത്യമല്ല നമ്മുടെ കർത്താവിനുള്ളത്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് കർത്താവിന്റെ പൗരോഹിത്യമെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശുശ്രൂഷ ഭൂമിയിൽ ഏറ്റെടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ഒരു മഹാപുരോഹിതന്റെ, അഹ്റോനാണല്ലോ ഒന്നാമത്തെ മഹാപുരോഹിതന്റെ ധർമ്മത്തെ കുറിച്ച് യഹോവയായ ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രമാണം, ഒന്നാമത് അവന് യാഗം കഴിക്കണമെന്നുള്ളതാണ്. എന്താണ് യാഗത്തിന്റെ ലക്ഷ്യം? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നവനാണ് മഹാപുരോഹിതൻ. അപ്പോ ഭൂമിയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട അഹരോന്യ കുടുംബത്തിൽപ്പെട്ടതായ വ്യക്തികൾ മഹാപുരോഹിതന്മാരാകുമ്പോ അവർക്കുള്ളതായ ഉത്തരവാദിത്വം മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. എങ്ങനെ പ്രാർത്ഥിച്ചത്? കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പോ ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയാണ് മഹാപുരോഹിത ശുശ്രൂഷ. മഹാപൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്തതായ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. 17-ാം അധ്യായം കർത്താവിന്റെ പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥന 26 വാക്യങ്ങളാണ് ആ അധ്യായത്തിലുള്ളതെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ ആ പ്രാർത്ഥന എന്ന് പറയുന്നത്
മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ്, അല്ലെങ്കിൽ ദ പ്രയർ ഓഫ് ദ ഹൈ പ്രീസ്റ്റ് എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്നതായ പേര്. കാരണം ഇസ്രായേലിലെ ഒരു മഹാപുരോഹിതൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമോ ആ ക്രമം അനുസരിച്ചാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. ആർക്കൊക്കെ വേണ്ടിയാ മഹാപുരോഹിതൻ പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, തന്നോടുകൂടെ ഉള്ളതായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ മൊത്തത്തിലുള്ളതായ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് മഹാപുരോഹിത പ്രാർത്ഥനയുടെ ക്രമം. നമ്മള് 17-ാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോ ഈ 3 സെക്ഷൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മഹാപുരോഹിതൻ പ്രാർത്ഥിക്കേണ്ടതായ അതേ രീതിയിലാണ് കർത്താവിന്റെ ആ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് മഹാപൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് അഹരോന്യ പൗരോഹിത്യമല്ല. അഹരോനിൽ നിന്നുള്ളതായ പൗരോഹിത്യം എവിടെ വന്ന് നിൽക്കുകയാണ്? കയ്യഫാവിൽ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ രണ്ട് മഹാപുരോഹിതന്മാർ ഒരേ സമയത്ത് പാടില്ല. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, ആ ഗൃഹസമനത്തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചില നിമിഷങ്ങൾ കഴിഞ്ഞ്, ചില മിനിറ്റുകൾ കഴിഞ്ഞ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ രണ്ടാമത്തെ കോടതിയായ കയ്യഫാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കയ്യഫാവ് കർത്താവിനോട് ചോദിച്ചു, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ചോദിക്കുന്നു, നീ ദൈവപുത്രനോ? അപ്പോ കർത്താവിന് ഉത്തരം പറയാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ചോദിച്ചാൽ ഉത്തരം കൊടുത്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നിർബന്ധപൂർവം കർത്താവിന് ഉത്തരം കൊടുക്കേണ്ടി വന്നു. അതെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോ ഇനിയും നമുക്ക് സാക്ഷികളെ കൊണ്ടെന്ത് ആവശ്യം? അവൻ തന്നെ ദൈവദൂഷണം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കയ്യഫാവ് തന്റെ പൗരോഹിത്യ വസ്ത്രം അവിടെ വെച്ച് കീറി. മോശയുടെ ന്യായപ്രമാണപ്രകാരം പുരോഹിതൻ വസ്ത്രം കീറരുതെന്നാണ്. എന്നാൽ വസ്ത്രം കീറരുതെന്ന് പറഞ്ഞതായ പ്രമാണം കയ്യിരിക്കുമ്പോ പുരോഹിതൻ വസ്ത്രം കീറിയാൽ അവന്റെ പൗരോഹിത്യം നഷ്ടപ്പെടുകയാണ്. മഹാപുരോഹിതനായ കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല, ഇനി മഹാപുരോഹിതനായിരിക്കുവാൻ യോഗ്യനല്ല എന്ന് സ്വർഗം നിശ്ചയിച്ചത് കൊണ്ട് അവനെ കൊണ്ട് തന്നെ അവന്റെ വസ്ത്രം കീറിപ്പിച്ചു. അവിടെ വെച്ച് മോശമുഖാന്തരം കൊടുത്ത അഹരോന്യ പൗരോഹിത്യം അവസാനിച്ചു. ആ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം ഏറ്റെടുത്തു. ഒന്നാമത് മധ്യസ്ഥത ചെയ്തു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഹല്ലേലൂയ, നീതിമാനായ നമ്മുടെ കർത്താവ് നീതി നിഷേധിക്കപ്പെട്ടതായ തന്റെ ജനത്തിന് വേണ്ടി നീതിയായി തീരേണ്ടതിന് ക്രൂശിൽ തന്നെ അർപ്പിക്കുവാനിടയായി. ദൈവത്തിന്റെ നീതി ആ ക്രൂശിൽ വെളിപ്പെടുവാനിടയായിട്ട് തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവ് ഏറ്റെടുക്കുന്നതായ കാര്യമാണ് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുരോഹിതൻ എന്ത് ചെയ്യണം? പുരോഹിതൻ പ്രൈസ് ദി ലോർഡ് മധ്യസ്ഥത ചെയ്യണം. 2, പുരോഹിതൻ യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എങ്ങനെ യാഗം കഴിച്ചത്? എബ്രായ ലേഖനം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. മൃഗങ്ങളുടെ രക്തം മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് അത് മതിയാകുന്നതല്ല എന്ന് കണ്ട് പ്രൈസ് ദി ലോർഡ് പാപമില്ലാത്തതായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് സ്വയം യാഗമായി തീരുകയാണ്. യാഗം കഴിക്കുന്നവനും കർത്താവാണ്, യാഗവസ്തുവും കർത്താവാണ്. നമുക്ക് വേണ്ടി താൻ സ്വയം യാഗമായി തീർന്നുകൊണ്ട് ദൈവമുമ്പാകെ മഹാപുരോഹിതന്റെ ശുശ്രൂഷ നിവർത്തിക്കുന്നതായ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ടേ കഴിയും. പ്രൈസ് ദി ലോർഡ്. മെൽക്കിസദേക്കിനെ കുറിച്ച് ചിന്തിച്ചു വന്നപ്പോഴാണ് ഞാനത് പറയുവാനായിട്ടിടയായിട്ട് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റേജിൽ സംഭവിച്ചതായ കാര്യങ്ങൾ. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ്
അബ്രഹാമിനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ദൈവം കൊണ്ടുപോകുകയാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-16 അധ്യായങ്ങളാണ്. അല്പം കൂടെ ഉയർന്ന പടിയിലേക്ക് അബ്രഹാം കയറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ ഉയർന്നതായ പടി? നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോ 12-ാമത്തെ അധ്യായത്തിൽ ലഭിച്ചതായ വാഗ്ദത്തങ്ങൾ, അതിന്റെ വിശാലതയിലേക്ക് യഹോവയായ ദൈവം അബ്രഹാമിനെ കൊണ്ടുപോകുകയാണ്. അബ്രഹാം കൂടാരത്തിലിരിക്കുമ്പോ രാത്രിയിൽ അബ്രഹാം നിരാശനാണ്. തന്നെ വിളിച്ചിറക്കിയിട്ട് വർഷങ്ങൾ കുറേയായി. വാഗ്ദത്തങ്ങൾ കൊടുത്താണ് വിളിച്ചിറക്കിയത്. പ്രൈസ് ദി ലോർഡ്. താൻ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാഗ്ദത്തങ്ങൾ താമസിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി വാഗ്ദത്തങ്ങൾ തന്റെ ജീവിതത്തിൽ ലഭിക്കുകയില്ല എന്നുള്ളതായ നിലയിലേക്ക് സാറായും അബ്രഹാമും എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും പലകയുമാണ് എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ഉറപ്പിക്കുവാൻ നോക്കുമ്പോ അബ്രഹാം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്നെ എന്തിനാ ഇങ്ങനെ വ്യാമോഹിപ്പിക്കുന്നത്? എനിക്കിനി അതിനുള്ളതായ കഴിവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്റെ ഭാര്യയായ സാറായും ബലഹീനയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെയും എന്തിനാണ് എന്നോടിങ്ങനെ വ്യർത്ഥവാക്കുകൾ പറയുന്നത് എന്ന അർത്ഥത്തിൽ അബ്രഹാം പറഞ്ഞു, എനിക്കതിനുള്ള ആഗ്രഹമില്ല. ആ വാഗ്ദത്തങ്ങളെല്ലാം എന്റെ ദാസനായ എലയാസർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അബ്രഹാം നിരാശയുടെ ആ ഡിപ്രഷന്റെ അനുഭവത്തിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഡിപ്രഷന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. പക്ഷേ ദൈവത്തിന്റെ ജനത്തെ ദൈവം ഡിപ്രഷനിലേക്ക് തള്ളിക്കളയുകയില്ല. ദൈവം പ്രൈസ് ദി ലോർഡ് കാലങ്ങൾ താമസിച്ചാലും ദിവസങ്ങൾ നീണ്ടുപോയാലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി, ദൈവിക അരുളപ്പാടുകളുടെ നിവർത്തീകരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ്. ഉറക്കണം നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വരുന്ന ദൈവമാണ്. നമുക്ക് ഉള്ളത്തിൽ നിന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യപ്പെടണം. ദൈവമൊന്നും വൃഥാവായി പറയുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും അസാധ്യവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ തിരിക്കേണ്ടതിന്, ഒരു മനുഷ്യന് മാനസാന്തരം നൽകേണ്ടതിന്, ഒരു മനുഷ്യനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതിന്, ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന്, ഒരു രാഷ്ട്രത്തലവനെ മറ്റൊരു രാഷ്ട്രത്തലവനെ വാഴിക്കേണ്ടതിന് ദൈവത്തിന് ഏതാനും മിനിറ്റുകൾ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർന്നു പൊങ്ങുന്നതായ തിരമാലകളായാലും ആ പടകിലേക്ക് വെള്ളം കയറാതെ വണ്ണം ആ തിരമാലകളെ അതിരിട്ട് നിർത്തുവാനും, ഉയർന്നു പൊങ്ങുന്നതായ തിരമാലകൾ ഹല്ലേലൂയ തീരത്തെ നക്കിക്കൊണ്ടു പോകാതെ അതിന് അതിര് കൽപ്പിക്കേണ്ടതിന് ഭാരമില്ലാത്തതായ മണല് കൊണ്ട് അതിരിടുന്നതായ ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനും അനുഭവിച്ചറിയത്തക്ക വിധത്തിൽ ദൈവ സാന്നിധ്യം അയക്കുന്ന ദൈവ കരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അബ്രഹാമിനെ എന്ത് ചെയ്തു? കൂടാരത്തിന് വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ മുകളിലേക്ക് നോക്ക്. ആ രണ്ടാമത്തെ സ്റ്റേജിൽ അബ്രഹാമിന് കൊടുക്കുന്നതായ ആ രണ്ടാമത്തെ സ്റ്റേജിലെ പ്രധാന സംഭവങ്ങൾ 5 കാര്യങ്ങളാണ്. അവിടെ തോൽവിയുടെ അനുഭവങ്ങൾ അവിടെയുമുണ്ട്. ഒന്നാം ഭാഗത്ത് നമ്മൾ പഠിച്ചു, അബ്രഹാമിന് തോൽവി സംഭവിച്ചു, അബ്രഹാമിന് മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് അബ്രഹാം അല്പം കൂടെ മിസ്റ്റേക്ക് കൂട്ടി. രണ്ടാം സ്റ്റേജിൽ ആ മിസ്റ്റേക്ക് ആവർത്തിക്കപ്പെടുകയാണ്. കൂടിയ ഡിഗ്രിയോടുകൂടെ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതൊന്നല്ല, 2 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ കാണുവാൻ കഴിയും. 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അബ്രഹാമിനോടുള്ളതായ വാഗ്ദത്തം റിന്യൂ ചെയ്യുകയാണ്. ഹി ഈസ് റിന്യൂവിംഗ് ദ പ്രോമിസസ് ദാറ്റ് ഗിവൻ ടു അബ്രഹാം. അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം പുതുക്കുകയാണ്. 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളാണ്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്
ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുകയാണ്. യഹോവ മേക്ക് എ കവനന്റ് വിത്ത് അബ്രഹാം. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുകയാണ്. മൂന്നാമത് അബ്രഹാമിന് വന്ന തോൽവി. അബ്രഹാം ഹാഗാറിനെ പരിഗ്രഹിക്കുവാൻ നിർബന്ധിതനാക്കപ്പെട്ട് പരിഗ്രഹിക്കുകയാണ്. സാറായ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ പ്രതികൂലമെന്ന് കണ്ട് ആ സാഹചര്യങ്ങളെ ഒന്ന് അനുകൂലമാക്കി കൊണ്ടുവരുവാൻ മാനുഷിക ഉപദേശത്തിന് മുമ്പിൽ തലകുനിച്ചു കൊടുത്തതായ അബ്രഹാം ജീവിതത്തിൽ സംഭവിക്കേണ്ടാത്തതായ ഒരു തെറ്റിലകപ്പെട്ടു പോകുകയാണ്. അതാണ് അബ്രഹാം ഹാഗാറിനെ പരിഗ്രഹിക്കുന്ന വിഷയം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. നാലാമത് ഹാഗാർ യജമാനത്തിയെ വിട്ട് ഓടിപ്പോകുന്നു. ഓടിപ്പോകാൻ കാരണം എന്താ? അതും അബ്രഹാം തന്നെയാണ് കാരണം. ഭവനത്തിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോ അബ്രഹാം ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകി. അബ്രഹാം പറഞ്ഞു, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അതും അബ്രഹാമിന്റെ കുഴപ്പമാണ്. രണ്ട് അബ്രഹാമിന്റെ മിസ്റ്റേക്കാണത്. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ കാര്യം, ഹാഗാറിന് ദൂതപ്രത്യക്ഷത ഉണ്ടാകുന്നതും ജനിപ്പാനിരിക്കുന്നതായ മകന് ഇസ്മയേൽ എന്ന് പേരിടണമെന്ന് പറയുന്നതും അവനോടുള്ളതായ ദൈവിക അരുളപ്പാടുമാണ് അഞ്ചാമത്തെ ഭാഗം. ഇങ്ങനെ 5 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോ അബ്രഹാമിന്റെ സെക്കൻഡ് സ്റ്റേജും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ദൈവത്തോടുള്ളതായ അനുസരണവും അതുപോലെ തോൽവിയും തമ്മിൽ മിശ്രിതമാണ് അബ്രഹാമിന്റെ 1-ാം സ്റ്റേജ്. 2-ാം സ്റ്റേജ് എന്ന് പറയുന്നതും അബ്രഹാമിന് വാഗ്ദത്തം പുനഃസ്ഥാപിക്കപ്പെടുന്നതും അതേസമയം അബ്രഹാം തെറ്റുകൾ ആവർത്തിക്കുന്നതുമാണ്. മാനുഷികമായ ബലഹീനത ഏതു സമയത്തും ആർക്കും സംഭവിക്കാമെന്ന് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നാമും അതുപോലെ സാഹചര്യം അനുകൂലമാണെന്ന് പറഞ്ഞ് ബലഹീനതയിൽ അകപ്പെട്ട പാപം ചെയ്യാനല്ല, പിന്നെയോ വരുവാനിരിക്കുന്നതായ ബലഹീനത മുഖാന്തരം ചെയ്യാനിരിക്കുന്നതായ പാപം ചെയ്യാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് വിശ്വാസവീരന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ തോൽവി വിട്ടുകളയാതെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ 2-ാമത്തെ സ്റ്റേജിലും അബ്രഹാം ദൈവത്തോടുള്ളതായ ബന്ധവുമുണ്ട്, അതേസമയം തന്നെ മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ ബലഹീനനായി താൻ പാപത്തിൽ അകപ്പെടുന്നതായ വിഷയങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചുള്ളതായ വിശദീകരണമുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് ചിന്തിക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനുള്ളതായ വാഗ്ദത്തം പുതുക്കുന്നു. അബ്രഹാമിനുള്ളതായ ഉടമ്പടി. അബ്രഹാം ഹാഗാറിനെ പരിഹരിക്കുന്നു. നമുക്ക് നോക്കാം അബ്രഹാമിനുള്ളതായ വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോ അവിടെ അബ്രഹാമിനോട് യഹോവയായ ദൈവം പ്രൈസ് ദി ലോർഡ് തന്റെ നിരാശകളെ മാറ്റുന്ന ദൈവശബ്ദം കേൾപ്പിക്കുകയാണ്. നമുക്കത് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാനത് വിവരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്വം കൊടുത്തതിന് ശേഷം 12-ാമത്തെ അധ്യായത്തിൽ യഹോവയായ ദൈവം ചെയ്യാത്തതായ ഒരു കാര്യം അബ്രഹാമിനോട് കൊടുക്കുകയാണ്. കാരണം വാഗ്ദത്തം ചെയ്ത ഞാൻ വിശ്വസ്തനാണ്, ഞാൻ വാഗ്ദത്തത്തിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വാഗ്ദത്തം ചെയ്താൽ വാക്കുമാറാത്തവനാണെന്ന് തെളിയിക്കേണ്ടതിന് അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നതായ ഭാഗമാണ് 15-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ. 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുകയാണ്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ളതായ കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക. എത്ര കാര്യങ്ങളുണ്ട്. 1 3 വയസ്സുള്ളതായ പശുക്കിടാവ്,
3 വയസ്സുള്ളതായ കോലാട്, 3 വയസ്സുള്ളതായ ഒരു ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവ്, ഒരു പ്രാവിൻ കുഞ്ഞ്. 5 കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് കൊണ്ടുവന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഒത്ത നടുവേ പിളർന്ന ഭാഗങ്ങളെ നേർക്കുനേരെ വെക്കണം. പക്ഷികളെ അബ്രഹാം പിളർന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കിയിരുന്നതോ പഠിച്ചതോ പ്രസംഗം കേട്ടതോ ആയ വിഷയങ്ങളുടെ മുമ്പിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉരുത്തിരിയുന്നതായ ഒരധ്യായമാണ് ഈ 15-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ഭാഗമായ അബ്രഹാമിന് കൊടുക്കുന്നതായ ഉടമ്പടി അല്പം നാം ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ആ ഭാഗം ഞാൻ മാറ്റിവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പൂർത്തീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ കടന്നു വരാം. പക്ഷേ ആ തോൽവികൾ പിശാച് നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ള ഉപാധികളായി മാറ്റരുത്. നാം ദൈവസന്നിധാനത്തിൽ ശരണപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നിടത്തോളം നമുക്ക് പറ്റുന്നതായ ബലഹീനതകൾ, നമുക്ക് പറ്റുന്നതായ മിസ്റ്റേക്കുകൾ ദൈവം അത് ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹത്തിനായിട്ട്, നമുക്ക് നന്മയ്ക്കായിട്ട് തീർക്കുവാൻ ശക്തിയുള്ളവനാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ആഗ്രഹിക്കാം.